നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് കേരളം. പലയിടത്തും പോസ്റ്റർ ഒട്ടിക്കലും പ്രചാരണങ്ങളും വീട് കയറി ജനങ്ങളോട് വോട്ട് ചോദിക്കലൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരെ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അങ്ങനെ കുറേ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇത്തവണ BJPക്ക് ഏറെ പ്രതീക്ഷയാണ് കേരളത്തിലുള്ളത്. സീറ്റ് അത് കൂടുതൽ ഇത്തവണയെങ്കിലും BJP വാങ്ങിച്ചിരിക്കും, അല്ലെങ്കിൽ വോട്ടിലൂടെ ജനങ്ങൾ നൽകും എന്നുള്ളൊരു പ്രതീക്ഷ ഇത്തവണ BJPക്കുണ്ട്. ഏതായാലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങളിൽ പ്രചാരണം നടക്കുന്നത്. ഈ ഒരു വേളയിൽ അവർക്ക് അല്പം കൂടി ആത്മവിശ്വാസം നൽകാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിലിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ചയാണ് കേരളത്തിൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അതും വരുന്ന മണ്ഡലങ്ങൾ പാലക്കാടും തൃശ്ശൂരും. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെയും തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിൻ്റെയും പ്രചാരണ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. പത്മജ വേണുഗോപാലിനൊപ്പം പ്രധാനമന്ത്രി റോഡ് ഷോയിലും പങ്കെടുക്കും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മോദി തൃശ്ശൂരിലേക്ക് എത്തുക. സ്വരാജ് റൗണ്ടിൽ 900 മീറ്റർ സ്ഥലത്തായിരിക്കും റോഡ് ഷോ. ആദ്യം പാലക്കാട് സന്ദർശിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുക. തൃശ്ശൂർ നഗരത്തിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനൊപ്പം പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൃത്യമായ സമയക്രമവും റോഡ് ഷോ കടന്നു പോകുന്ന പാതകളും സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ പുറത്തുവിടും. പത്മജ വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ആവേശം പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശ്ശൂരിൽ മോദിയുടെ സാന്നിധ്യം വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് NDA ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് തൃശ്ശൂർ നഗരത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ചൂടുപിടിച്ച പ്രചാരണങ്ങളാണ് നടത്തുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയും BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിൽ പങ്കുചേരുകയും ചെയ്യുന്നത്. ഈ തൃശ്ശൂരും പാലക്കാടും ഇത്തവണ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ്. അവിടെ തന്നെയാണ്, മാത്രമല്ല അവിടെ രണ്ടുപേരും വനിതാ സ്ഥാനാർത്ഥികളാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ. അവിടേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് എന്നുള്ള ഒരുപാട് സവിശേഷതകളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് പ്രവർത്തകരുടെ ഒരു കൂട്ട പലായനം കൂടി ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. CPMനും കോൺഗ്രസിനും ഒരുപോലെ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവർ BJP ഭാഗമാകുന്നത്. വർക്കലയിൽ മുൻ നഗരസഭാ ചെയർമാനും CPM നേതാവുമായിരുന്ന സുന്ദരേശന്റെ മകൾ BJPയിൽ ചേർന്നതും ഭരണകക്ഷിക്ക് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. കുടുംബവേരുകൾ CPMൽ ഉറച്ച ഇത്തരം വ്യക്തിത്വങ്ങളുടെ പാർട്ടി മാറ്റം ഇടതുപക്ഷ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്തവണ നിയമസഭയിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച വിശ്വാസവും കേന്ദ്രത്തിൽ BJP ഭരണം തുടരുമെന്ന പ്രതീക്ഷയുമാണ് ഇതര പാർട്ടി പ്രവർത്തകരെ BJPയിലേക്ക് ആകർഷിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യ കോട്ടകളിൽ നിന്നും CPMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ഒരുപോലെ ആളുകൾ BJP പാളയത്തിലെത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളോടുള്ള ആഭിമുഖ്യമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും BJP നേതൃത്വം അവകാശപ്പെടുന്നു. 2020-ൽ നിന്നും നിരവധി പേർ BJP മുന്നണിയുടെ ഭാഗമായതും കിഴക്കമ്പലം മേഖലയിലും പരിസരങ്ങളിലും രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ മുതൽ താഴെ തട്ടിലുള്ള പ്രവർത്തകർ വരെ NDA സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങുന്നത് വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ദ്വിമുഖ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണമെന്ന ചിന്താഗതിക്കാരനായ യുവാക്കളാണ് ഈ ഒഴുക്കിൽ പ്രധാനമായും മുന്നിലുള്ളത്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിലും CPMന്റെ പ്രാദേശിക ഭരണത്തോടുള്ള എതിർപ്പിലും മനം മടുത്തവരും BJP ബദലായി കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രമുഖർ BJPയിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ഇത് നിയമസഭാ പോരാട്ടത്തിൽ വലിയ അട്ടിമറികൾക്കും കാരണമായേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കലിൽ നിൽക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്
പ്രമുഖ നേതാക്കൾ BJP പാളയത്തിലെത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ വൻ തിരിച്ചടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കേന്ദ്രത്തിൽ BJP ഭരണം തുടരുമെന്ന ഉറപ്പും നിയമസഭയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയുമാണ് പലരെയും ഈ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. കേരളത്തിൽ BJPക്ക് കൽപ്പിക്കപ്പെട്ടിരുന്ന രാഷ്ട്രീയ അയിത്തം അവസാനിപ്പിച്ചുവെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ BJPയെ ബദലായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. 2020 പോലുള്ള പാർട്ടികൾ NDA മുന്നണിയുടെ ഭാഗമായതും BJPയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു. കോൺഗ്രസ് CPM വോട്ടുകളിൽ വലിയ തോതിലുള്ള വിള്ളലുണ്ടാക്കാൻ ഈ കൂടുമാറ്റങ്ങൾ കാരണമാകും. PC ജോർജും മകൻ ഷോൺ ജോർജും നേരത്തെ തന്നെ BJPയിൽ എത്തിയിരുന്നു. ഇവരും മത്സരിക്കുന്നു. ഇത്തവണ നിയമസഭയിൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ താമര വിരിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരം ജില്ലയിൽ സ്മിത സുന്ദരേശൻ, TN സുരേഷ് കോവളം, BS അനൂപ് ചിറയൻകീഴ് തുടങ്ങിയവരുടെ സ്ഥാനാർത്ഥിത്വം ഇതിന്റെ ഭാഗമാണ്. വർക്കലയിൽ CPM-ന്റെ കരുത്തായിരുന്ന സുന്ദരേഷിന്റെ മകൾ സ്മിത BJPയിൽ ചേർന്നതും ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. കുടുംബപരമായി CPM പശ്ചാത്തലമുള്ളവർ BJPയിലേക്ക് മാറുന്നത് അണികൾക്കിടയിലും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. BS അനൂപ്, അരുൺ രാജ് തുടങ്ങിയ യുവ നേതാക്കളുടെ മാറ്റം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. നിയമസഭയിൽ ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ നേടി അക്കൗണ്ട് തുറക്കാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതൃത്വവും.